നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. എരിവുള്ള ഭക്ഷണം മലയാളികളുടെ ഭക്ഷണശീലത്തിന്റെ ഭാഗമാണ്. കറികളിലും അച്ചാറിലും ചമ്മന്തിയിലുമെല്ലാം മുളക് പ്രധാന ചേരുവയാണ്. എന്നാൽ ഭക്ഷണത്തിലെ എരിവിന്റെ അളവ് കൂടുന്നത് ആരോഗ്യത്തിന് തിരിച്ചടിയാകുമോ എന്ന ചർച്ച വീണ്ടും സജീവമാകുകയാണ്. മുളക് കൂടുതലായി കഴിക്കുന്നവരിൽ അന്നനാള ക്യാൻസറിനുള്ള സാധ്യത ഉയർന്നേക്കാമെന്നാണ് പുതിയ പഠനത്തിന്റെ കണ്ടെത്തൽ. മുളകിന്റെ ഉപയോഗവും ദഹനവ്യവസ്ഥയിലെ ക്യാൻസറുകളും തമ്മിലുള്ള ബന്ധം പരിശോധിച്ച 14 നിരീക്ഷണ പഠനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഗവേഷകർ വിശകലനം ചെയ്തത്. 11,000-ലധികം പേരുടെ വിവരങ്ങൾ ഉൾപ്പെട്ട പഠനങ്ങളിൽ 5,000-ലധികം പേർക്ക് ദഹനവ്യവസ്ഥയെ ബാധിക്കുന്ന ക്യാൻസർ കണ്ടെത്തിയിരുന്നു. കുറച്ച് മുളക് കഴിക്കുന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മുളക് കഴിച്ചവരിൽ ദഹനവ്യവസ്ഥയിലെ ക്യാൻസർ നുള്ള സാധ്യത 64% കൂടുതലാണെന്നാണ് കണ്ടെത്തൽ. പഠനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ അന്നനാള ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. വളരെയധികം മുളക് കഴിക്കുന്നവരിൽ അന്നനാള ക്യാൻസറിനുള്ള സാധ്യത കുറച്ച് മുളക് കഴിക്കുന്നവരെക്കാൾ ഏകദേശം 3 ഇരട്ടിയായിരുന്നു. എന്നാൽ ആമാശയ, വൻകുടൽ, മലാശയ ക്യാൻസറുകളുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇത്ര വ്യക്തമായിരുന്നില്ല. അതിനാൽ എല്ലാ ദഹനവ്യവസ്ഥ ക്യാൻസറുകൾക്കും മുളക് നേരിട്ട് കാരണമാകുന്നു എന്ന് പഠനം പറയുന്നില്ല. മുളകിന് എരിവ് നൽകുന്ന പ്രധാന ഘടകമാണ് ക്യാപ്സൈസിൻ. ശരീരത്തിലെ ചൂടും വേദനയും തിരിച്ചറിയുന്ന TRPV1 റിസപ്റ്ററുകളെ ഇത് സജീവമാക്കുന്നു. ക്യാപ്സൈസിന് ആന്റി ഇൻഫ്ലമേറ്ററി, മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്ന തുടങ്ങിയ ഗുണങ്ങളുണ്ടെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ലബോറട്ടറി പഠനങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാനും ക്യാപ്സൈസിന് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അമിതമായ എക്സ്പോഷർ കലകളിൽ അസ്വസ്ഥതയും പ്രകോപനവും ഉണ്ടാക്കാമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വളരെ എരിവുള്ള ഭക്ഷണം പതിവായി കഴിക്കുന്നത് അന്നനാളത്തിന്റെ ആവരണത്തിൽ ആവർത്തിച്ചുള്ള പ്രകോപനത്തിന് കാരണമാകുമെന്നും ഇത് ദീർഘകാലത്ത് ക്യാൻസർ സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നുമാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാധ്യത. എന്നാൽ ഇത് ഇതുവരെ ഉറപ്പായ കാരണമായി തെളിയിച്ചിട്ടില്ല. മുളകിന്റെ ഉപയോഗവും ക്യാൻസർ സാധ്യതയും തമ്മിലുള്ള ബന്ധം വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായാണ് പഠനങ്ങളിൽ കാണുന്നത്. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നടത്തിയ ചില പഠനങ്ങളിൽ ഉയർന്ന മുളക് ഉപയോഗവുമായി ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നു എന്ന ബന്ധം കണ്ടെത്തിയപ്പോൾ യൂറോപ്പിലും തെക്കേ അമേരിക്കയിലും സമാനമായ ബന്ധം വ്യക്തമായിരുന്നില്ല. ജനിതക വ്യത്യാസങ്ങൾ, മുളകിന്റെ ഇനം, പാചകരീതി, ഭക്ഷണശീലങ്ങൾ, പുകവലി, മദ്യപാനം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഈ വ്യത്യാസങ്ങൾക്ക് പിന്നിലുണ്ടാകാമെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ. അതേസമയം മുളക് പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല പഠനം പറയുന്നത്. പ്രധാനമായും അമിതമായ ഉപയോഗമാണ് ശ്രദ്ധിക്കേണ്ടത്. മുളക് കഴിക്കുന്നതും ക്യാൻസർ ഉണ്ടാകുന്നതും തമ്മിൽ നേരിട്ടുള്ള കാരണഫലം ബന്ധം ഈ പഠനം തെളിയിക്കുന്നില്ല. പഠനം നിരീക്ഷണാധിഷ്ഠിതമായതിനാൽ മുളക് തന്നെയാണ് ക്യാൻസറിന് കാരണമെന്ന് ഉറപ്പിച്ച് പറയാനാകില്ല. മറ്റ് ജീവിതശൈലി ഘടകങ്ങളും ഫലത്തെ സ്വാധീനിച്ചിരിക്കാം. അതിനാൽ എരിവുള്ള ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിനേക്കാൾ അമിതമായ മുളക് ഉപയോഗം ഒഴിവാക്കി സമീകൃതമായ ഭക്ഷണശീലം പിന്തുടരുന്നതാണ് പ്രധാനം.